വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പാർട്ട് 6 വീഡിയോ ആണ്. ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, സോഷ്യൽ മാർക്കറ്റിംഗ്. ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പബ്ലിക് വെൽഫെയർ ആണ്. ഒരിക്കലും പ്രോഫിറ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് യൂസ്ഡ് ടു പ്രൊമോട്ട് സോഷ്യൽ കോസസ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ. നമ്മുടെ സറൗണ്ടിങ് ക്ലീനായി വയ്ക്കുക, അതുപോലെ തന്നെ സാനിറ്റേഷൻ അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ മെയിൻ ഗോൾ എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ഹൈജീൻ ബിഹേവിയർ ഓഫ് പീപ്പിൾ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനിലൂടെയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, ഗ്രീൻ മാർക്കറ്റിംഗ്. ഇവിടെ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ എൻവയോൺമെന്റിന് ഒരു തരത്തിലും ഹാം അല്ലാത്ത പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയാം. അതായത് പ്ലാസ്റ്റിക് ബാഗ്സിന് പകരം റീയൂസബിൾ ഷോപ്പിംഗ് ബാഗ്സ് സെല്ല് ചെയ്യുക. അത് ഗ്രീൻ മാർക്കറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. സെല്ലിംഗ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ്. ഇന്റർമീഡിയറീസ് ഒന്നും തന്നെ ഇല്ലാതെ, മിഡിൽ മാൻ ഒന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുക. സോ ഇവിടെ ഏത് തരം ടൂൾസ് ആണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടെലിമാർക്കറ്റിങ്ങിലൂടെ, ഇമെയിൽസിലൂടെ, SMS, കാറ്റലോഗ്സ്, ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാറ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഈ ICICI ബാങ്ക് അല്ലെങ്കിൽ HDFC ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്ക്സ് ഒക്കെ ലോണിന്റെ ഓഫർ SMS-ലൂടെയാണ് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു മിഡിൽ മാനോ ഇന്റർമീഡിയറീസോ ആരും തന്നെയില്ല. ഇതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ ഏരിയാസിൽ നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണിത്. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോ പ്രൈസ്, സിമ്പിൾ പാക്കിംഗ്, ലോക്കൽ ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു വലിയ ബോട്ടിൽ ഷാമ്പു സെല്ല് ചെയ്യാൻ വെക്കുന്നതിന് പകരം അത് തന്നെ ചെറിയ പാക്കറ്റ്സ് ആക്കിയിട്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും റൂറൽ ഏരിയാസിൽ. സോ സ്മോൾ പാക്കറ്റ്സ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ പെർ പാക്കറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നതും പ്രൈസ് എന്ന് പറയുന്നതും ലോ ആണ്. നെക്സ്റ്റ് വൺ, CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമേഴ്സുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒപ്പം തന്നെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് മാനേജ് ചെയ്യുക, അതൊക്കെയാണ് CRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർബക്സിന്റെ കാര്യം എടുത്തോളൂ, ഇല്ലെങ്കിൽ മൈജിയുടെ കാര്യം എടുക്കാം. സോ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ കസ്റ്റമറിന്റെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യും. ഡാറ്റാസ് എന്ന് പറയുമ്പോൾ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ അവിടെ കളക്ട് ചെയ്യും. എന്നിട്ട് പിന്നീട് നമ്മുടെ നമ്മളെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഇവിടെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇതാണ് CRM. നെക്സ്റ്റ്, ഡിമാർക്കറ്റിംഗ്. ഡിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ റെഡ്യൂസിങ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി. പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡിമാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ സിഗരറ്റിന്റെ കൺസപ്ഷൻ കുറയ്ക്കണം എന്നൊരു ഉദ്ദേശത്തിൽ ഗവൺമെന്റ് സിഗരറ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ. ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഹൈ ഇമ്പാക്ട് ലോ ബഡ്ജറ്റ് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഫ്ലാഷ് മോബ് ഇൻ എ മോൾ ടു പ്രൊമോട്ട് മൂവി. ഇവിടെ പ്രോഡക്റ്റിന് ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫ്ലാഷ് മോബ് ചെയ്യുക. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനി നീഷ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ടാർഗറ്റിംഗ് ഈ സ്മോൾ സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റ്. നമുക്കറിയാം ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അതിൽ നമ്മൾ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നതിനെയാണ് ഇവിടെ നീഷ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മാമയർത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ കെമിക്കൽ ഫ്രീ ബേബി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് പ്രൊമോട്ട് ചെയ്യും. സോ അവിടെ മെയിൻലി അത് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ.
അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഇത് പ്യുവർലി പെർഫോമൻസ് ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ഒരു പേഴ്സൺ വേറൊരു കമ്പനീൻ്റെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും, അതിലൂടെ അവർ കമ്മീഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇന്ന് പല യൂട്യൂബേഴ്സും ആമസോൺ അഫിലിയേറ്റഡ് ലിങ്ക്സ് അവരുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ ആമസോണിൻ്റെ പ്രോഡക്ട്സ് ഈ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? പെർ സെയിൽസിന് അവർക്ക് സർട്ടൈൻ കമ്മീഷൻസ് കിട്ടും. നെക്സ്റ്റ് വൺ സർവീസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ സർവീസ് റാദർ ദാൻ ഫിസിക്കൽ ഗുഡ്സ്. ഇവിടെ എന്താണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ സർവീസസ്. എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.